గర్భంలో ఆ బ్లడ్ అనేది బయటికి రిలీజ్ అవుతుంది అంటే, సో ఉమ్, ఆ సమయంలో మనలో ఎంతో లైక్ క్రియేషన్ అనేది ఉంటుందన్నమాట. ఉమ్, ఉమ్, దాన్ని మన బాడీలోనే ఆ ప్రాసెస్ జరుగుతుంది, బ్లీడింగ్ బయటికి పోతుంది. ఉమ్, ఓకే, ఫిజికల్గా బ్లీడింగ్ అనేది బయటకు వస్తుంది. బట్ ఉమ్, ఆస్ట్రల్ వర్క్ అనేది మనం ఆ టైంలో డివినిటీతో కనెక్ట్ అయి ఉంటాం అన్నమాట. మనం కూడా సహ సృష్టికర్తలుగా ఉంటాం. అప్పుడు ఆ ఉమ్, ఎనర్జీని మనం ఎలా ఉపయోగించుకోవాలంటే, మన ఫ్యామిలీలో మన అసెన్షన్ కోసం ఏదైనా జరగాలి అని ఆ పీరియడ్స్ టైంలో మనము విజువలైజ్ చేస్తూ ఆ, మన సృష్టి అంటే మన ఫిజికల్ హెల్త్ కావచ్చు, దేనికైనా తన సంకల్పం చేసుకున్నప్పుడు ఆ ఎనర్జీ అక్కడ సంకల్ప శక్తిగా మారి మేనిఫెస్టేషన్ అవన్నీ జరుగుతాయన్నమాట. ఉమ్. ఇది చెప్పండి మేడం. അതായത് നമ്മൾ സാധാരണ ഒരു ന- നമ്മളെ ശരീരത്തിൽ ഒരു എഗ്, അതായത് അണ്ടം ഫോം ആവുന്നുണ്ട്. ആ ആവശ്യമായ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ശക്തിയെ നമ്മൾ വിനിയോഗിക്കുന്നില്ല, കാരണം നമുക്കതിനെ അറിയുന്നില്ല. ഈ ശക്തിയെ വേസ്റ്റ് ആക്കാതെ നമ്മളെ ഫിസിക്കലി ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹീൽ ചെയ്യാൻ നമുക്ക് അതിനെ ഉപയോഗിക്കാം സങ്കല്പ ശക്തി കൊണ്ട്. അതുപോലെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അസെൻഷൻ, അതായത് നമ്മളെ ആത്മാവിന്റെ ഉന്നതിക്ക്, ആത്മപുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോ ഇവിടെ മാഡം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഫിസിക്കലായിട്ടുള്ള ഇൽനെസ് നമുക്ക് ഈ ശക്തി കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ മാഡം, ഉണ്ട് എന്നുള്ളത്. നമ്മൾ എപ്പോഴാണോ ധ്യാനം ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ സഹസ്രാരം, നമ്മുടെ തലയ്ക്ക് മേലെയുള്ള സഹസ്രാര ചക്ര ഓപ്പൺ ആയി എനോർമസ് വിശ്വശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ പീരിയഡ് ടൈമിന്റെ ഫസ്റ്റ് ഡേ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഹോൾസും ഓപ്പൺ ആയി, നമ്മൾ എപ്പോഴാണോ ധ്യാനത്തിൽ ബ്രഹ്മരന്ധ്രം ഓപ്പൺ ആയി നമ്മളിലേക്ക് ശക്തി പ്രവേശിക്കുന്നത്, അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഹോളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം വിശ്വശക്തി, വിശ്വപ്രാണശക്തി പ്രവേശിക്കുന്നു എന്നാണ് മാഡം പറയുന്നത്. ഓക്കെ മാഡം. ఓకే ఓకే. సో ఇంకా సెకండ్ డే ఏం జరుగుతుందంటే, మన సబ్ కాన్షియస్ మైండ్ ఫుల్ యాక్టివ్గా ఉంటుందన్నమాట. సో గత జన్మలో మనం నేర్చుకున్న జ్ఞానము, ఇప్పుడు కావాల్సిన జ్ఞానము అంతా సర్ఫేస్ లెవెల్లోకి వస్తుంది, బయటకు వస్తుంది. సో ఆ టైంలో కొన్ని పుస్తకాలు చదవాలి, మనతో మనం కనెక్ట్ అయి ఉండాలి, మెడిటేషన్ చేయాలి. ഓക്കെ. ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു ബ്രഹ്മരന്ധ്രം പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഹോളെല്ലാം ഓപ്പൺ ആയിട്ട് എത്ര എനർജി ഉണ്ടോ വിശ്വപ്രാണശക്തി അതിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തില് ഹോളുകൾ, സ്കിന്നിലെ ഹോളുകൾ നേടിയെടുക്കുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെയുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. ഫസ്റ്റ് ഡേ ഓഫ് ദി മെൻസസ്. സെക്കൻഡ് ഡേ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ കഴിഞ്ഞ കാല ജന്മങ്ങളുടെ ഓർമ്മകളും ജ്ഞാനങ്ങളും എല്ലാം അതിൽ റെക്കോർഡഡ് ആണ്. ഈ സെക്കൻഡ് ഡേ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓർമ്മകളും ജ്ഞാനങ്ങളും എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ധ്യാനം ചെയ്യുക, കൂടുതലായിട്ട് ധ്യാനം ചെയ്താലും അതുപോലെ നമ്മൾ നല്ല ബുക്കുകൾ വായിക്കുക, നമ്മൾ റെസ്റ്റ് എടുത്ത് നല്ല പീസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ വ്യവഹാരം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ആ ഹിസ്റ്ററി കൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കും ആ സമയത്ത് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഓപ്പൺ ആയി പുറത്തേക്ക് വരുന്ന സമയമാണ് ആ സമയം, സെക്കൻഡ് ഡേ. ഓക്കെ മാഡം. సో థర్డ్ డే ఏం ఓకే. జరుగుతుంది అంటే, థర్డ్ ఫోర్త్ డేలో మనము ఇప్పుడు మన ఫస్ట్ రోజు ఎనర్జీ తీసుకుంటున్నాం, అబండెంట్ ఎనర్జీ. సెకండ్ రోజు జ్ఞానం ఉంది. ఇక్కడ థర్డ్ ఫోర్త్ రోజు మనం కూర్చొని మనకు కావాల్సిన లైఫ్లో మనం సంకల్పం పెట్టుకుంటే, దాన్ని విజువలైజ్ చేస్తే అతి తొందరగా మేనిఫెస్టేషన్ అవుతాయంట. ഓക്കെ. ഇപ്പൊ നമ്മള് ആദ്യത്തെ ദിവസം എനോർമസ് എനർജി നമ്മൾ റിസീവ് ചെയ്തു. രണ്ടാമത്തെ ദിവസം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ജ്ഞാനം എല്ലാം പുറത്തേക്ക് വന്നു. മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യത്തിനെ നമ്മൾ സങ്കല്പമായി വെച്ചിട്ട് നമ്മൾ സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് മാഡം പറയുന്നത്. ఓకే. సో మన గర్భాశయం అనేది ఎలా ఉంది చూడండి, మెకానిజం. మన గర్భంలోకి ఒక స్పర్మ్ వెళితే అది ఎగ్లోకి చేరి ఎంబ్రియోగా మారుతుందన్నమాట. ఆ స్పర్మ్స్ అంటే ఎన్నో స్పర్మ్స్ వస్తాయి, బట్ ఒక స్పర్మ్ సక్సెస్ఫుల్గా ఆ ఎగ్లోకి ప్రవేశించి తర్వాత అది గర్భాశయంలోకి వెళ్ళిన తర్వాత అక్కడ ఎంబ్రియోలా మారి అక్కడ ఒక సెల్ని 100 ట్రిలియన్ సెల్స్గా మార్చే ఒక మెకానిజం మనలో ఉంది. ഇപ്പൊ നമുക്ക് യൂട്രസിന്റെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നോക്കാം. നമ്മളെ ശരീരത്തിലെ ഗർഭപാത്രത്തിലേക്ക് അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഒരു ബീജം പ്രവേശിക്കുകയാണെങ്കിൽ ധാരാളം ബീജങ്ങൾ പ്രവേശിക്കും, അതിലൊന്ന് സെലക്ട് ആവും. ആ സെലക്ട് ആയ ഒന്ന് ആ അണ്ടത്തിലേക്ക് പ്രവേശിക്കുകയും അത് ഏകകോശമായ എംബ്രിയോ ആയിട്ട് അത് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ ഏകകോശം 100 ട്രില്യൺസ് ഓഫ് കോശങ്ങളായി, സെൽസായി അത് മാറുകയും അതൊരു ജീവന്റെ തുടിപ്പായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ യൂട്രസിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. సో ఆ సమయంలో ఒక థాట్, ఒక ఐడియా మనది కావచ్చు, మన ఫ్యామిలీ మెంబర్స్ కావచ్చు, ఎవరైనా ఒక ఐడియా ఇస్తే ఆ ఐడియాతో ఒక సామ్రాజ్యాన్ని సృష్టించవచ్చు. అంత శక్తి మనలో ఉంటుంది. ആ സമയത്ത് നമ്മളിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലോ ബന്ധുക്കളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തേർഡ് ആള് മറ്റൊരാള് നമ്മളിലേക്ക് ഒരു ഐഡിയ തരികയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾക്ക് മനസ്സിൽ തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു 1000 ഇരട്ടിയായി അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ശക്തി നമ്മളിലുണ്ട്. കാരണം ആ സൈഗോട്ടിന് ഒരു സെല്ലാണ്, ആ സെല്ലാണ് 100 മില്യൺസ് സെൽസ് ആയി മാറുന്നത്. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളില് ഫിസിക്കലി ആൻഡ് ആസ്ട്രലി നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ ശക്തി നമ്മുടെ മനസ്സിലൊരു സങ്കല്പം വന്നാൽ അല്ലെങ്കിൽ ഒരു ഐഡിയ വന്നാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്കൊരു ഐഡിയ തന്നാൽ ആ സങ്കല്പത്തിനെ 1000 മടങ്ങ് ഫലവത്തായി അതിനെ പൂർത്തീകരിക്കാൻ, മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മളിൽ ആ സമയത്ത് శక్తి ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ఓకే మేడం. సో మనకు తెలియకుండా ఆ పీరియడ్స్ టైంలో మనం ఏదో ఒక శాపము మనకి అని ఫీల్ అవుతూ ఉంటాం అన్నమాట. సో ఎప్పుడైతే అవగాహన మేడం చెప్పమంటారా? చెప్పండి. പക്ഷേ ഇത്രയൊക്കെ നമ്മളിൽ നമ്മുടെ ശക്തി ടൈമിനെ, ഇത്രയൊക്കെ ശക്തിയുള്ള ആ സമയത്തിനെ നമ്മൾ എങ്ങനെയാണ് സാധാരണ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീരിയഡ് ടൈം ഒരു ശാപമായിട്ടുള്ളൊരു ടൈമാണ്. ഇത് വളരെ അധികം നമ്മളെ വർജിച്ച് ദൂരം നിർത്തേണ്ട സമയമാണ് എന്നാണ് നമ്മളെ ఇదివరే సమూహం നമുക്ക് മനസ്സിലാക്കി తന്നിട്ടുള്ളത്. ఓకే మ్యామ్. సో అక్కడ మీరు నెగిటివ్గా ఆలోచిస్తున్నారు, అది ఒక శాపంగా అనుకుంటున్నారు. సో అదికి అలాంటి సిచ్యువేషన్సే మనం క్రియేట్ చేసుకుంటున్నాం మన చుట్టూ. దాని చెప్పండి. ഈ പോസിറ്റീവ് സിറ്റുവേഷനെ നമ്മള് സമൂഹത്തിൽ നിന്നും വലിയ ആൾക്കാരിൽ നിന്നും നമ്മളൊരു നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞു പോയത് കൊണ്ട് ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നടക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇത് ശാപമാണ്, ഇത് പാപമാണ്, ഈ സമയത്ത് നമ്മൾ വർജിക്കപ്പെട്ട് ദൂരം നിൽക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ഭാവന നമ്മളിൽ ഉള്ളത് കൊണ്ട് ആ സമയത്ത് എപ്പോഴും നമ്മളിൽ നെഗറ്റിവിറ്റി മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മാഡം പറയുന്നത്. ఓకే మ్యామ్. సో ఇక్కడ ఈ పీరియడ్స్ గురించి ఋగ్వేదంలో ఎన్నో విషయాలు చెప్పారంట. దాన్ని శ్రీకృష్ణదేవరాయలు తెలుసు కదండి మేడం, విజయనగరం, ఆయన వాళ్ళ సమయంలో దీన్ని గురించి చాలా ఎక్స్పెరిమెంట్ చేశారంట.
ഋഗ്വേദമിലു കൃഷ്ണദേവരായർ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആ സമയത്ത് നമ്മളിലുള്ള ശക്തി അല്ലെങ്കിൽ നമ്മളിൽ നടക്കുന്ന പ്രക്രിയകൾ ഒരുപാട് അദ്ദേഹം റിസർച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ఓకే ఆయన సమయంలో యాక్చువల్లీ ఋగ్వేదంలో ఉన్నది ఈయన తీసుకొని ఎక్స్పెరిమెంట్ చేశారు. ఆయన కాలంలో పంట పొలాల మధ్యలో ఒక ఆశ్రమం కట్టించి ఆశ్రమాలు ఉండేవంట. అక్కడ 3 days ఎవరైతే పీరియడ్స్ టైంలో ఉంటారో వాళ్ళు అక్కడికి వచ్చి కూర్చొని ధ్యానం చేయడము. సో అక్కడ వాళ్ళు ఆ వాటర్ అన్నీ కూడా పంట పొలాలకి పంపించడం ద్వారా ఎంతో క్రాప్స్ చాలా బాగా వచ్చేవంట. അതായത് ഋഗ്വേദമിലു ഒരു സ്ത്രീ രജസ്വലയായാൽ അല്ലെങ്കിൽ പീരിയഡ് ടൈമിൽ ഒരു സ്ത്രീക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രത്തോളം വാസ്തവമാണ് എന്ന് കൃഷ്ണദേവരായരുടെ കാലത്ത് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തു. അന്നത്തെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ നമ്മള് കൾട്ടിവേറ്റ് ചെയ്തിട്ട് വയലുണ്ടാവുമല്ലോ, ആ വയലില് നെല്ലോ കൃഷികളോ ഒക്കെ മുളച്ചു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കും. അതിന്റെ നടുക്ക്, ആ വയലിന്റെ നടുക്ക്, ആ കൃഷിസ്ഥലത്തിന്റെ നടുക്ക് ഒരു ആശ്രമം ഉണ്ടാക്കിയിട്ട് ആരാണോ പീരീഡ് ആവുന്നത് ആ പീരീഡ്സ് ടൈമില് അവരെ കൊണ്ടുപോയി അവിടെ 3 ദിവസം അവരെ അവിടെ ഇരുത്തി ധ്യാനം ചെയ്യിപ്പിച്ച് അവരെ കൈകൊണ്ട് ആ കൾട്ടിവേഷനെ അല്ലെങ്കിൽ ആ ക്രോപ്സിന് വെള്ളം കൊടുക്കുകയോ വളം കൊടുക്കുകയോ ശുശ്രൂഷ കൊടുക്കുകയോ ഒക്കെ ചെയ്യിപ്പിച്ച് അദ്ദേഹം പരീക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എത്രയോ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ఓకే. సో ఇలా ఎన్నో ఎక్స్పెరిమెంట్ చేశారంట. ఇక్కడ కూడా ఒక తెలుగు ప్రణహిత మేడం అని చెప్పేసి తను కూడా దీని మీద ఎంతో రీసెర్చ్ చేశారు. అలాగ ఒక గ్రూప్ సమూహాన్ని క్రియేట్ చేశారు. వాట్సాప్ గ్రూప్స్ ఉన్నాయి. అక్కడ ఎవరైనా పీరియడ్స్ అయితే ఆ గ్రూప్లో ఐ గాట్ మై పీరియడ్స్ అని మెసేజ్ వేస్తారు. మిగతా వాళ్ళందరూ కూడా వెల్కమ్ దేవి మాత అని మెసేజ్ చేస్తారనమాట. అంటే ఆ సమయంలో మనలో ఉన్న దైవత్వ శక్తి బయటకు వచ్చే సమయం. సో ఇంట్లో ఉన్న వాళ్ళందరూ కూడా ఆ స్త్రీని ఒక దేవిగా వెల్కమ్ చేసుకుంటే సో ఇంట్లో పరిస్థితులన్నీ కూడా పాజిటివ్గా మారుతాయి. మేడం పేరేం పేరు? പ്രണഹിത. പ്രണഹിത. മേഡം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെലുങ്കില് మేడం ప్రణహిత అవునా? പ്രണഹിത. പ്രണഹിത 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 എന്ന പേരുള്ള ഒരു മേഡം ഇത് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അവര് പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ഒരുപാട് ലേഡീസ് ധ്യാനം ചെയ്യുന്നുണ്ട്. അതിൽ ആരെങ്കിലും പിരീഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാം ലേഡീസ് ആവുകൊണ്ട് അവര് ഇന്ന് ആയി എന്ന് പറഞ്ഞാൽ അവരെ എല്ലാരും വെൽക്കം ദേവി എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാരും ആഹ്വാനം ചെയ്തിരുന്നു. അതായത് പണ്ട് കാലത്ത് നമ്മള് ദൂരം ഇരുത്തുന്നതിന് പകരം വീട്ടിലുള്ള ആൾക്കാര് ആരെങ്കിലും ഇതേപോലെ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെ വെൽക്കം ചെയ്യുകയും ഒരു ശക്തി അവരിൽ ഉണ്ട് എന്ന് കണക്കാക്കി അവരെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്താ എന്ന് വെച്ചാൽ അവരിൽ ഒരു അപാരമായിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ആ സമയത്ത് స్త్రీകൾ എന്നാണ് మేడం പറയുന്നത്. ఓకే. ఇంకా ఇప్పుడు ఎవ్రీ టైం మనం పీరియడ్స్ వచ్చిన వెంటనే ప్రెగ్నెన్సీ కోసం ప్లాన్ చేసుకున్నారు అనుకోండి. సో నెక్స్ట్ టైం పీరియడ్స్ వచ్చిన వెంటనే మనము సో ఎంతో బ్యాడ్గా ఫీల్ అవుతాం. మళ్ళీ వచ్చిందా అన్నట్టుగా. అక్కడ ఎప్పుడు కూడా ఫీల్ అవ్వకూడదు. సో అక్కడ కూడా ఒక ఎక్స్పెరిమెంట్ చేయొచ్చు. ഓക്കെ. ഇപ്പൊ നമ്മള് ഒരു ഗർഭസ്ഥ ശിശുവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോ നമ്മള് പ്രഗ്നന്റ് ആവാതെ നെക്സ്റ്റ് മന്ത് നമുക്ക് പീരീഡ്സ് ആയി എന്ന് സംഭവിച്ചാൽ
നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് നിരാശയും അസഹ്യതയും പ്രകടിപ്പിക്കും. എന്താ, അയ്യോ ഈ మాసం വീണ്ടും വന്നോന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ പിന്നിലും ഒരു కథ ഉണ്ട് എന്നാണ് మేడం പറയുന്നത്. ఓకే మేడం. వాళ్ళు ఏం చేసేవాళ్ళంటే ఏం చేయమని చెప్పారంటే, ఇప్పుడు పీరియడ్స్ అయిన వెంటనే మనం బాధపడుతూ కూర్చోకుండా, సో ఆ బ్లడ్ని మన గర్భాశయం చుట్టూ అప్లై చేసుకొని అక్కడే అంటే వాష్రూమ్లోనే కూర్చొని మనం సంకల్పం చేసుకోవాలి, ఒక దివ్యాత్మ నెక్స్ట్ మంత్ నా గర్భంలోకి ప్రవేశిస్తోంది, నేను ప్రెగ్నెంట్ అవుతున్నాను అని చెప్పేసి. సో ఇలా చేయడం కూడా ఉంది అని చెప్పేసి విత్ ఎక్స్పెరిమెంట్ తను ప్రూవ్ చేసిందనమాట. తర్వాత అതായത് విషయానికి సంబంధించిన ప్రాబ్లమ్స్ కూడా క్లియర్ అవ్వాలి అని చెప్పేసి అలా చేసుకుంటే సో ఎంతోమందికి అవి మేనిఫెస్ట్ అయ్యాయి. అంటే ఇది మన పొట్ట మీద గర్భాశయం ఉందని, పొట్ట మీద పొట్ట మీద పొట్ట మీద నాభి. അതായത് മാഡം പറയുന്നത്, നമ്മള് പ്രഗ്നൻസി വെയിറ്റ് ചെയ്തു, നമുക്കായില്ല, നമുക്ക് പീരിയഡ്സ് ആയി. ആ സമയത്ത് നിരാശയോട് കൂടി നമ്മൾ ഇരിക്കാതെ നമ്മൾ വാഷ്റൂമിലേക്ക് പോയിട്ട് ആ ബ്ലഡിനെ എടുത്ത് നമ്മളെ വയറിന്റെ ഗർഭാശയ ഭാഗത്ത്, അതായത് ഗർഭപാത്രം എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ അതിനെ എന്താ പറയാ പുരട്ടുക. ആ ബ്ലഡിനെ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ പുരട്ടിയ ശേഷം നമ്മൾ അടുത്തതായിട്ട് എനിക്ക് ഒരു ദിവ്യാത്മാവ് എന്റെ ഗർഭാശയത്തിലേക്ക്, ഗർഭപാത്രത്തിലേക്ക്, എന്റെ വൂമ്പിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു, ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവില്ല, നമുക്ക് പല ഗർഭധാരണത്തിന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും, PCOD അങ്ങനെയുള്ള അതെല്ലാം ക്ലിയർ ആവണം എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക, ധ്യാനം ചെയ്യുക. ഇത് വർക്കൗട്ട് ആയി എന്നാണ് ഈ മാഡത്തിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ പ്രണഹിത എന്ന മാഡത്തിന്റെ എക്സ്പെരിമെന്റിൽ അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. సో నెక్స్ట్ ఏంటంటే ఈ గర్భాశయం అనేది సెకండ్ చక్ర, స్వాదిష్టాన చక్రకి కనెక్ట్ అయి ఉంటుంది. సో దీంట్లో ఎందుకు ప్రాబ్లం వస్తాయి ప్రెగ్నెంట్కి సంబంధించింది అంటే, ఇప్పుడు మన హృదయ చక్రము ప్రీతికి సంకేతం, ఓకే, అలాగే ఈ గర్భాశయము ఇంట్యూషన్కి సంకేతం. చెప్పండి మేడం. ఇంట్యూషనా మేడం? ఇంట్యూషన్కి సంకేతం. ఇంట్యూషనా? ఇంట్యూషన్స్ అంటే గైడెన్స్ అన్నమాట, ఏ టైంలో ఏ డెసిషన్ తీసుకోవాలి అని నావిగేటర్లా పనిచేస్తుంది. ഇപ്പം നമ്മളെ സെക്കൻഡ് ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര. മൂലാധാരം കഴിഞ്ഞ് സെക്കൻഡ് ചക്ര സ്വാധിഷ്ഠാന ചക്ര, സെക്സ് ചക്ര എന്ന് പറയുന്ന ചക്ര. ഈ ചക്ര ഇത് എല്ലാത്തിനും ഓരോ തത്വമുണ്ട്. ഇപ്പൊ ഹാർട്ട് ചക്ര പ്രേമതത്വമാണ്, നമ്മൾ പ്രേമഭാവമാണ് ഹാർട്ട് ചക്രയിലുള്ളത്. അതുപോലെ ഈ സ്വാധിഷ്ഠാന ചക്ര അതിന്റെ ഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡ്യൂഷൻ റിലേറ്റഡ് ചക്രയാണത്. നമ്മൾക്ക് എന്താണോ നമ്മളെ ഗൈഡൻസ്, നമുക്ക് ഒരു ഇൻഡ്യൂഷൻ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് ഇൻഡ്യൂഷൻ തരുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ റിലേറ്റഡ് ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര. ఓకే మ్యామ్. సో ఇక్కడ ఏం జరుగుతుంది అంటే, ఆ ఇంట్యూషన్కి సంబంధించిన చక్ర, ఇప్పుడు ఏదైనా వస్తువు మనం యూజ్ చేయలేదంటే అది ఏమవుతుంది మేడం, ఐరన్ పీస్ ఉందనుకోండి, అది ఏమి యూజ్ చేయకుండా పక్కన పెడితే రస్ట్ అయిపోతుంది. సో అలాగే మనలో ఉన్న ఆ స్వాదిష్టాన చక్రం అంటే గర్భాశయము, దాన్ని మనం యూజ్ చేయడం లేదు, అనవసరమైన ఆలోచనలతో వేస్ట్ చేసుకుంటున్నాం. దాని పరిణామం ఇక్కడ చూపిస్తోంది. అందుకే దీనికి సంబంధించిన ప్రాబ్లమ్స్ వస్తాయి. అంటే ఈ ఇంట్యూషన్ ఎట్లా రిలేటెడ్ అవుతుంది మేడం దీనికి? ఇప్పుడు ఇంట్యూషన్, ఇప్పుడు మీకు ఏమైనా గైడెన్స్ కావాలి మీ గురించి, సో మీరు సడన్ గా ఫస్ట్ ఏం చేస్తాము, బయట వెతుకుతాం అన్నమాట. నేనేం చేయాలి, ఈ పరిస్థితి ఇలా వచ్చింది. సో అక్కడ ఏం జరుగుతుంది, మీలో ఉన్న ఆ శక్తిని మీరు రికగ్నైజ్ చేయకోకుండా, ఉపయోగించకుండా పక్కన పెట్టేస్తారు. ఆ సమయంలో మనతో మనం కనెక్ట్ అయ్యి, మనకి ఏదైనా కావచ్చు, గైడెన్స్ కావచ్చు, ఇంట్యూషన్ కావచ్చు, ఈ పరిస్థితిని ఎలా చేయాలి, ఇంతవరకు మనం మెడిటేషన్కి వచ్చేంత వరకు బయట వెతికామన్నమాట. సో మెడిటేషన్
తెలిసిన తర్వాత మనతో మనం కనెక్ట్ అయ్యి, సో ఆ గర్భాశయం మనకి ఇచ్చే మెసేజ్ మనం తెలుసుకుంటే అప్పుడు ఏం జరుగుతుంది, దాన్ని కరెక్ట్గా యూజ్ చేసుకుంటున్నాం. ఒక ఐరన్ పీస్ యూజ్ చేయకుండా పక్కన పెడితేనే కదా రస్ట్ అయ్యేది. అదే రెగ్యులర్గా యూజ్ చేస్తే ఏమవుతుంది, రస్ట్ పడదు. అట్లే ఈ గర్భాశయంతో కనెక్ట్ అయ్యి మనకు గైడెన్స్ ఇవ్వమని అడిగితే తప్పకుండా ఇస్తుంది అనమాట. అది అంత అంటే శక్తి. ఇండ్యూషన్ కోసం మనం ఈ గర్భాశయ కనెక్ట్ చేసుకోవాలి, అవ్వాలి, కనెక్ట్ అవ్వాలి, కనెక్ట్ అవ్వాలి. గర్భాశయంతో కనెక్ట్ ఆ, అవ్వాలి. ఆ, గర్భాశయం ఆ, ఇది చెప్పండి, ఆ. ఇంకొంచెం డీటెయిల్గా నెక్స్ట్ వస్తాయి పాయింట్స్. ഓക്കെ ഓക്കെ. ഇപ്പോ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാവം അല്ലെങ്കിൽ അതിന്റെ തത്വം ഇൻഡ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അതിന് പരിഹാരത്തിനായി നമ്മൾ പുറത്ത് ഔട്ട്സൈഡിലാണ് നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് നമ്മൾ ഔട്ട്സൈഡിലല്ല തിരയേണ്ടത്. ഏതൊരു പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്ന ശേഷം അവിടെ സൊല്യൂഷൻ നമ്മൾ അവിടുന്ന് തിരഞ്ഞെടുക്കണം. ഈ ഇൻഡ്യൂഷനെ അല്ലെങ്കിൽ ഈ വിവരത്തെ തരാനുള്ള ശക്തി നമ്മുടെ ഗർഭാശയത്തിന് അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്, യൂട്രസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ അത് അറിയാഞ്ഞിട്ടും നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ വന്ന ശേഷം, മെഡിറ്റേഷൻ നമ്മൾ പരിചയം ആയ ശേഷം നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ നമ്മുടെ പ്രോബ്ലത്തിന് പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ ഉള്ളിലുള്ള പരിഹാരത്തെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡ്യൂഷനെ നമ്മൾ എപ്പോഴാണോ ഗവനിക്കാതെ പുറത്ത് നടക്കുന്നത്, അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തുരുമ്പ് വന്നു. അതേപോലെ ഈ നിർദ്ദേശങ്ങൾ തരുന്ന ഗർഭപാത്രത്തിന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ ഗൗനിക്കാതെ ഇതിലും നമ്മൾ ഒരു സൊല്യൂഷന് വേണ്ടി നടന്നാൽ ഗർഭപാത്രത്തിന് സ്വാഭാവികമായിട്ടും പല അസുഖങ്ങളും ന്യൂനതകളും വരും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഈ ഗർഭപാത്രത്തിനുണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം അവിടെയാണ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര. ആ സ്വാധിഷ്ഠാന ചക്രയാണ് നമുക്ക് ഇൻഡ്യൂഷൻ തരുന്നത്. അതുകൊണ്ട് ഈ ചക്രത്തെ അല്ലെങ്കിൽ ഈ യൂട്രസിനെ നമ്മൾ ఆశ్రయించుక ధ్యానത്തിലూടെ എന്നാണ് మేడం പറയുന്നത്. ఓకే మేడం. సో ఇంకొక రీజన్ ఏంటి అంటే, మన హృదయం ప్రేమకు సంకేతం కదా. సో ప్రేమ లేకుండా మన జీవితంలో ఎలాంటి ప్రేమ లేదు, అందరూ ద్వేషిస్తున్నారు, కోపగించుకుంటున్నారు, లోన్లీగా ఫీల్ అవుతున్నాము, అలాంటి సర్కమ్స్టెన్సెస్ ఉన్నప్పుడు అక్కడ ఏం జరుగుతుంది అంటే, ఇక్కడ ఇప్పుడు గర్భాశయం ఒక కలశంలా చెప్తారనమాట. సో కలశం అంటే ఏంటి, పైన ఒక మూత ఉంటుంది కదా, దాంట్లో నుండి నీళ్ళు వేస్తే కింద సెటిల్ అయిపోతాయి. సో ఆ మూత పైన ఉన్న పార్ట్ ఏంటి, మన హృదయం అంట. సో కింద ఉన్నది, ఆ కలశంలో కింద ఉన్న బేస్ ఏంటి అంటే మన గర్భాశయం. సో పాత్రలో పైన ఏం వేస్తే అది సెటిల్ అవుతుంది కింద. మీ హృదయంలో ఆ ప్రేమ అబ్సెంట్ అయినప్పుడు, సో మనలో ఇంకా ద్వేషము, అసూయ, లోన్లీనెస్, నాకెవరు లేరు అనే ఫీలింగ్స్ ఏవైతే ఉన్నాయో అవన్నీ కూడా ఎక్కడికి చేరుకుంటాయి, ఇక్కడ కిందకి సెటిల్ అయిపోతాయి. కిందకి సెటిల్ అవుతుంది, కలశంలో కిందకి సెటిల్ అవుతుంది కదా బేస్. అది గర్భాశయం, స్వాధిష్ఠాన చక్రం అనేది అక్కడ చేరి, గర్భాశయంలోకి చేరి ఇవన్నీ కూడా డ్యామేజ్ అయిపోవడం వల్ల గర్భాశయానికి సంబంధించిన ప్రాబ్లమ్స్ వస్తాయి. ഓക്കെ. ഇപ്പോ നമ്മള് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞു, നമ്മളെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ഹൃദയ ചക്രം നമ്മള് പ്രേമതത്വമാണ്, പ്രേമത്തിന്റെ പ്രതിരൂപം ആണ് നമ്മളെ ഹാർട്ട് ചക്ര, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ലവ് നമ്മളെ ഹാർട്ട് ചക്ര. ഇവിടെ നമ്മള് സ്വാധിഷ്ഠാന ചക്ര പറഞ്ഞു, ഗർഭപാത്രത്തിന്റെ സംബന്ധിച്ചുള്ള റിലേറ്റഡ് ചക്രയാണ്. ഇവിടെ നമ്മളെ യൂട്രസിനെ ഒരു എന്താ പറയാ, നമ്മൾ പൂജയ്ക്കൊക്കെ ഒരു കലശം എടുക്കുമല്ലോ, ആ കലശവുമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കലശത്തിന്റെ
മുകൾ ഭാഗം നമ്മൾ വെള്ളമൊഴിക്കാൻ മുകൾ ഭാഗത്ത് കൂടെയാണല്ലോ അതിന്റെ ഓപ്പണിങ്, അവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അതിന് നമ്മൾ ഹാർട്ട് ചക്രയായിട്ട് ഉപമിക്കാം. ഒരു കലശമുണ്ട്, ആ കലശത്തിന്റെ മുകൾ ഭാഗം ഹാർട്ട് ചക്രയായിട്ട് നമ്മൾ ഉപമിച്ചാൽ, ഹാർട്ട് ചക്ര എപ്പോഴും എന്താണ്? പ്രേമതത്വമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ലോൺലിനെസ് ആണ്, എന്നെ ആർക്കും വേണ്ട, ഞാൻ വേസ്റ്റ് ആണ്, അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വെള്ളം മേലെ ഒഴിച്ചാൽ എങ്ങനെയാണോ കലശത്തിലേക്ക് പോകുന്നത്, ഈ ഭാവങ്ങളൊക്കെ ഹൃദയചക്രത്തിലൂടെ നമ്മൾക്ക് എവിടേക്ക് പോകും? നമ്മളെ യൂട്രസിലേക്ക് പോകും, ഈ കലശത്തിലേക്ക് പോകും. അങ്ങനെ നമ്മൾ അവിടെ അതുകൊണ്ട് നിറയ്ക്കുകയാണ്. നമ്മളെ നിരാശകളും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളും, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതും നമ്മളെ നിരാശാബോധവും ഒക്കെ നമ്മൾ ഹാർട്ട് ചക്രയിലൂടെ ഗർഭപാത്രത്തിലേക്ക് നിറയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും രോഗങ്ങളും അതേപോലെ നമ്മളെ ഗർഭം ധരിക്കാനുള്ള ശക്തിയില്ലായ്മയും ഒക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ఓకే. సో సెల్ఫ్ లవ్ లోపించడం వల్ల మనలో ఈ గర్భాశయానికి సంబంధించిన ప్రాబ్లమ్స్ వస్తాయి. అది కూడా వన్ ఆఫ్ ద రీజన్స్. എപ്പോഴാണോ സെൽഫ് ലവ് നമ്മളിൽ ഇല്ലാതിരിക്കുന്നത്, സ്വയം നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ നമുക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ఓకే. ఎప్పుడైతే మనం ధ్యానం చేస్తామో సో వాటి నుండి అన్నిటి కూడా ఆటోమేటిక్గా బయటికి రావచ్చు. ఆ ధ్యానంలో శూన్య స్థితికి వెళ్తామన్నమాట. గర్భము అంటే ఏంటి? హిరణ్య గర్భం. సో ఈ సృష్టి అంతా కూడా ఈ హిరణ్య గర్భం నుండే సృష్టి అయిందన్నమాట. బ్రహ్మ, విష్ణు, లక్ష్మి, సరస్వతి వీళ్ళందరూ కూడా ఆ హిరణ్య గర్భం నుండే బయటికి వచ్చారు. ఎట్లా మేడం? ఇప్పుడు గర్భం అంటే హిరణ్య గర్భం విన్నాం హిరణ్య కదా. గర్భం, ఆ హిరణ్య గర్భంలోనే కదా బ్రహ్మ అందరూ బయటకు వచ్చింది. విష్ణు మహేశ్వర, లక్ష్మీదేవి అందరూ సృష్టి బయటకు అంతా కూడా మనం చూస్తున్న కళ్ళ ముందు కనిపిస్తున్న ప్రతి ఒక్కటి కూడా సృష్టి తిరిగిందంతా ఆ హిరణ్య గర్భం నుండే వచ్చింది. సో ఇక్కడ మనలో ఉన్న గర్భం కూడా പാർട്ട് ഓഫ് ദാറ്റ്. ഓക്കെ. ഇപ്പോ മാഡം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഗർഭധാരണം എന്നാണ് ചോദിക്കുന്നത്. ഗർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം എന്താണ്? ഹിരണ്യഗർഭത്തിൽ നിന്നാണ് വിഷ്ണു, ബ്രഹ്മ, ലക്ഷ്മി ദേവി, സരസ്വതി, എല്ലാ സൃഷ്ടി നടന്നിട്ടുള്ള ഹിരണ്യഗർഭത്തിൽ നിന്നാണ്. നമ്മുടെ ഗർഭവും അതുപോലെ തന്നെ അതിന്റെ ഒരു പാർട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ ഗർഭം എന്ന് പറയുന്നത്. ഹിരണ്യഗർഭത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് പറയുന്നത്. ఏది సృష్టియం അവിടെ నిన్నాണ് നടക്കേണ്ടത്. ఓకే. సో ఆ హిరణ్య గర్భంలో ఏ ఫార్ములా ఉందో అదే ఫార్ములా మన గర్భంలో కూడా ఉంది. ഏത് ഫോർമുലയിലാണോ ഹിരണ്യഗർഭം ഉള്ളത്, അതേ ഫോർമുല നമ്മുടെ ഗർഭത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ എന്താണോ സംഭവിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ఓకే మేడం. సో ఇప్పుడు మనము మన తల్లిదండ్రులకి పుట్టాము అంటే వాళ్ళ జీన్స్ మనలో కూడా ఫార్వర్డ్ అయి ఉంటాయి కదా. వాళ్ళకు పుట్టాము అన్న తర్వాత మనం కూడా మన సృష్టించే శక్తి మనలో ఉంది. సో ఆ ప్రాబ్లమ్స్ ఎందుకు వస్తాయి మనకి? ఇవన్నీ కూడా బ్లాక్స్ అన్నమాట. ഓക്കെ. ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ജനിച്ചു, അവരെടുത്തുനിന്ന് ജീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു. ഇത് എന്തിനിങ്ങനെ വന്നു? അത് ധാരാളം ബ്ലോക്സുകൾ ഉള്ളത് നമ്മൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മളിലേക്ക് വന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ.
సో హిరణ్య గర్భము అంటే ఒక శూన్య స్థితి అన్నమాట. ఆ శూన్యంలో నుండే అన్నీ కూడా సృష్టించబడ్డాయి. ఇప్పుడు కూడా ഇനി మనకు చెప్పండి మేడం. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഹിരണ്യഗർഭം എന്ന് നമുക്ക് തോന്നാം. ഒരു ശൂന്യസ്ഥിതി എന്നാണ് അതിന്റെ അർത്ഥം. ഈ ശൂന്യത്തിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ മാം. సో ఇక్కడ కూడా మన ఆ శూన్యాన్ని మనలో క్రియేట్ చేసుకుంటే దేన్నైనా సృష్టించే శక్తి మనలోకి వస్తుందన్నమాట. ధ్యానం చెయ్యాలి. ആ ശൂന്യത്തിൽ നിന്നാണ് ഇത്ര വലിയ വലിയ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നമ്മളിലും ശൂന്യസ്ഥിതിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ടോ അതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തി ആ ശൂന്യത തരുന്നതാണ്. ശൂന്യത നമ്മളിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്യണം. ആ ധ്യാനത്തിലൂടെ നമ്മൾ ശൂന്യത ക്രിയേറ്റ് ചെയ്യുക. ആ ശൂന്യതയിൽ നിന്നും എന്തിനേയും നമ്മൾ ക്രിയേറ്റ് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ఓకే మ్యామ్. ఇప్పుడు ఇంకొక విషయం, ధ్యానంతో పాటు ఇంకొక విషయం, వెరీ ఇంపార్టెంట్ విషయం మనం తెలుసుకోవాలి. సో ఇక్కడ మనం సృష్టించాలి, ఒక బేబీ మన ద్వారా సృష్టి జరగాలి, లేకపోతే మన జీవితంలో దేనైనా సృష్టించాలి అనే ఒక థాట్ మనలో ఉన్నప్పుడు సృష్టికి ఆపోజిట్ ఏంటి మేడం? సంహారం. దాన్ని చేయకూడదు. సో ఏం చేస్తున్నాం మనం? ప్రాణిని సంహరించి తింటున్నాం. సో దాని నుండి కూడా ఇది ఒకటి నెగిటివ్గా జరుగుతుందంటే దానికి అపోజిట్గా జరగడం అనేది బ్యాలెన్స్ అవ్వాలి కదా, అవ్వదన్నమాట. ఫస్ట్ ధ్యానులుగా మారకపోయినా పర్లేదు, శాకాహారులుగా మారాలి అంటారు పత్రి సార్. ഇപ്പം ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു സൃഷ്ടി ചെയ്യാനുള്ള ശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ശൂന്യത്തിൽ നിന്ന് നമുക്ക് എന്തും സൃഷ്ടിക്കാം എന്നാണ്. സൃഷ്ടിക്കപ്പെട്ടതും ശൂന്യത്തിൽ നിന്നാണ്. നമ്മൾ ആ ശൂന്യത്തെ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും നമുക്കും സൃഷ്ടി നടത്താം. നമ്മുടെ ഉള്ളിലൂടെ ഒരു ബേബി ഈ പുറത്തേക്ക് വരാനുള്ള ആ ഒരു പ്രക്രിയ ചെയ്യാനുള്ള ശക്തി നമ്മളിൽ ഉണ്ട്. സൃഷ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിന് കീഴടങ്ങണം? നമ്മൾ സംഹാരത്തെ ദൂരം ചെയ്യണം. അതായത് എന്തിനെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ തിന്നുക എന്നുള്ള ആ ഒരു പ്രക്രിയ നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കണം. കാരണം സൃഷ്ടിക്ക് വിപരീതമാണ് സംഹാരം. ആ സംഹാരം ഒരു ഭാഗത്തുനിന്ന് ചെയ്ത് ഒരു ഭാഗത്ത് സൃഷ്ടി ചെയ്യാം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സസ്യാഹാരികളായി മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ധ്യാനം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. വെജിറ്റേറിയൻ ആയി മാറുക എന്നാണ് പത്രിജി നമ്മളോട് പറയാറ്. ധ്യാനം സെക്കൻഡറി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വെജിറ്റേറിയൻ ആയി മാറുക. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ സ്ഥിതിയെ നമ്മൾ നോൺ വെജ് കഴിക്കുന്നതോടുകൂടി ആ ശക്തിയെ നമ്മൾ ഹരിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു వెజిటేరియన్ ఆయి తీర్నే మదియావు എന്നാണ് మేడం പറയുന്നത്. ఓకే మేడం. ఎస్. ఇక్కడ ఇప్పుడు బ్లీడింగ్ ఎక్కువ అవుతుంది, ప్రాబ్లమ్స్ ఉన్నాయి అంటే ఆ సృష్టిని మీరు ఇంకొక విధంగా మీ లైఫ్లో ఏం కావాలో దాన్ని సృష్టించుకోవడానికి ఉపయోగించుకోండి. అప్పుడు ఆ ప్రాబ్లమ్స్ అన్నీ కూడా క్లియర్ అయిపోతాయి. ఆ ఎనర్జీ ఫ్లోని ఇంకొక విధంగా మార్చుకోవాలన్నమాట. ఎలా మేడం? ఇప్పుడు అదే బ్లడ్ గురించి చెప్పాను కదా మేడం, ఆ బ్లడ్ లోపల ఉంటే సృష్టిస్తుంది. సో ఆ బ్లడ్ అది రాలేదు అంటే, స్పమ్ రాలేదు అంటే బ్లడ్గా బయటికి వెళ్తుంది కదా. సో అక్కడ ఆ సమయంలో లోపల ఎంతో శక్తి విడుదల అవుతూ ఉంటుంది అనమాట. దాన్ని మీ లైఫ్లో ఏది కావాలో దాన్ని సృష్టించుకోవడానికి ఉపయోగించుకోండి. ఆ డైవర్ట్ చేస్తే ఇక్కడ 8 days అది తీసుకొని రాసుకోవటం అట్లానే రాసుకొని క్లియర్ అయిపోతుంది అనమాట.
సో ప్రాబ్లం ప్రెగ్నెన్సీకి లేకపోతే గర్భాశయానికి సంబంధించిన ప్రాబ్లమ్స్ అన్నీ క్లియర్ అయిపోతున్నాయి అని చేసుకుంటే సో హెల్త్ ఇష్యూస్ క్లియర్ అయిపోతాయి. అలాగే ఇది ఫస్ట్ గర్భాశయానికి సంబంధించిన ప్రాబ్లమ్స్ క్లియర్ అయిపోతాయి. ఓకే, పర్టికులర్గా ఆ సమయంలో మెడిటేషన్ చేయడం ద్వారా మన లైఫ్లో కావాల్సినవన్నీ కూడా మనం సృష్టించుకోవచ్చు అన్నమాట. ఫస్ట్ది హెల్త్ ఇష్యూస్ ఉన్న వాళ్ళు అప్లై చేసుకోవాలి మేడం, గర్భాశయానికి సంబంధించిన అప్లై చేసుకోవాలి. అవి ఏమీ లేవు, ప్రాబ్లమ్స్ ఏం లేవు అన్నప్పుడు ఆ సమయంలో ఎక్కువ ధ్యానం చేసి మనం మన సంకల్ప శక్తిని ఎక్కువ చేసుకోవచ్చు അന്നమాట. ഇവിടെ ഇപ്പോ മാഡത്തിന് പീരിയഡ് ടൈമിൽ കൂടുതൽ ബ്ലീഡിങ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സ്പേം വന്നിട്ടില്ല, അതുകൊണ്ട് അതെന്ത് ചെയ്യാണ്, ഷട്ട് ഡൗൺ ആയി മൊത്തം താഴേക്ക് ബ്ലഡിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന ബ്ലഡില് ഒരു ക്രിയേഷനുള്ള ശക്തി ഓൾറെഡി അവിടെ ക്രിയേറ്റ് ആയി. നമ്മള് ഒരു ബേബിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള ആ ശക്തി നമ്മളെ ഗർഭപാത്രത്തിൽ ക്രിയേറ്റ് ആയി ഇരിക്കുകയാണ്. പക്ഷെ അത് അവിടെ നടന്നില്ല. നടക്കാത്ത സമയത്ത് അത് എന്ത് ചെയ്യാണ്, അത് പുറത്തേക്ക് പോവുകയാണ്. ആ അണ്ടം പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ കൂടെ ബ്ലഡ് പോകുന്നുണ്ട്. ആ ബ്ലഡില് നമ്മൾ ക്രിയേറ്റ് ആയ ശക്തിയുണ്ട്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ബ്ലീഡിങ് വരുന്ന സമയത്ത് അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നേ മാഡം പറഞ്ഞു, ആ ബ്ലഡിനെ എടുത്തിട്ട് നമ്മളെ വയറിൽ നമ്മൾ തേച്ചിട്ട് നമ്മളെ സങ്കല്പം നമ്മൾ പറയുക. അതായത് എനിക്കിത് സുഖമാകണം എന്ന് പറയുക. എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ അത് മാറി കിട്ടണം. കാരണം അതിലൊക്കെ ശക്തി ഉണ്ട് എന്നാ പറയുന്നത്, ആ ബ്ലഡിൽ ശക്തി ഉണ്ട് എന്നാ പറയുന്നത്. അതല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ അപ്പോഴും നമുക്ക് ആ ബ്ലഡിനെ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സങ്കല്പങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിരുന്ന് ധ്യാനം ചെയ്താൽ അത് സാധിക്കും എന്നാണ് പറയുന്നത്. അതാ പുറത്തേക്ക് വരുന്ന ആ ബ്ലഡിലും അതിന്റെ ആ ശക്തിയുണ്ട്, ആ ക്രിയേഷന്റെ ശക്തി ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുക, കൂടുതലായിട്ട് ധ്യാനിക്കുക. അപ്പൊ നമുക്ക് ആ പ്രോബ്ലം ക്യൂർ ആയി കിട്ടും, ഹീലായി കിട്ടും എന്നാണ് മാഡം പറയുന്നത്. ఓకే మేడం. ఎస్ మేడం, ఈరోజు అడిగిన క్వశ్చన్కి ఈ టాపిక్ అంతా ఆన్సర్. సో ఇంకా ఏమైనా డౌట్స్ ఉంటే అడగమని చెప్పండి. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് മാഡം പറയുന്നത്.